ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് നിർമ്മാണ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ ഉണ്ടാകുമെന്ന വാർത്ത കൂടിയുണ്ട്. അലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അതിന്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ കുറ്റസമ്മത മൊഴി തിരുത്തുന്ന ചെന്താമരയെ നമ്മൾ ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ടത്. ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ പോവുകയാണ് കോടതി. എല്ലാ തെളിവുകളും പ്രതിക്കെതിരെയാണ് എന്ന് പറയുന്നു. മാത്രമല്ല, അതീവ അക്രമകാരിയായ പ്രതിയെ ജാമ്യത്തിൽ വിടുന്നത് മറ്റുള്ളവരുടെ ജീവനെടുക്കാനുള്ള സാധ്യത കൂട്ടും എന്നൊക്കെയുള്ള വാദങ്ങൾ പോലീസും നിരത്തുന്നു. വിവരങ്ങൾ പറയും. തന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നാണ് ചെന്താമര ഇപ്പോൾ വാദിക്കുന്നത്. ചെന്താമരയുടെ അഭിഭാഷകൻ അതാണ് ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോ പറഞ്ഞത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തു. താനാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയെന്ന കുറ്റസമ്മത മൊഴി താൻ നൽകിയിട്ടില്ല. പിന്നീട് പോലീസ് എഴുതി ചേർത്ത് നിർബന്ധപൂർവ്വം തന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതാണ്. താൻ ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന കുറ്റസമ്മത മൊഴി ചെന്താമര തിരുത്തുകയാണ്. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ജാമ്യാപേക്ഷ പരിഗണിച്ചത്. എന്നാലും ജാമ്യാപേക്ഷ പ്രോസിക്യൂഷൻ പൂർണ്ണമായി എതിർത്തു. ചെന്താമര ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷികളുണ്ട്, ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷനും നിരത്തി. എന്തായാലും ജാമ്യാപേക്ഷയിൽ 27 വിധി പറയും. ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചെന്താമരയുടെ റിമാൻഡ് കാലാവധി 2000 കൂടി നീട്ടിയിട്ടുണ്ട്. ആളുകൾ വലിയ ആശങ്കയിലാണ്. അഥവാ ചെന്താമരയ്ക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ടി വരുമെന്ന തരത്തിലൊക്കെ ഈ നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസം 27 ഈ വിധി വരും. ശ്രീകുമാറിനാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.